ഹായ് ഓൾ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അലൈലിക് ഹാലൈഡ്സ്, വിനൈലിക് ഹാലൈഡ്സ്, ബെൻസൈലിക് ഹാലൈഡ്സ് ആൻഡ് അരൈൽ ഹാലൈഡ്സ് ഇവയെ എങ്ങനെ തിരിച്ചറിയാം എന്നുള്ളതാണ്. അപ്പോൾ ആദ്യമായി നമുക്ക് അലൈലിക് ഹാലൈഡ്സിൻ്റെ കേസ് നോക്കാം. അപ്പോൾ അലൈലിക് ഹാലൈഡ്സിൻ്റെ പ്രത്യേകത അല്ലെങ്കിൽ അതിനെ എങ്ങനെ തിരിച്ചറിയാമെന്ന് ചോദിച്ചാൽ, ഒരു കാർബൺ കാർബൺ ഡബിൾ ബോണ്ടിനോട് ഡയറക്റ്റ്ലി ഒരു സിംഗിൾ ബോണ്ടഡ് കാർബൺ അറ്റാച്ച് ചെയ്തിരിക്കുകയാണെങ്കിൽ ഈ കാർബണിനെ വിളിക്കുന്ന പേരാണ് അലൈലിക് കാർബൺ അല്ലെങ്കിൽ അലൈലിക് പൊസിഷൻ എന്ന് പറയുന്നത്. ഈ ഡബിൾ ബോണ്ടഡ് കാർബണിനോട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന സിംഗിൾ ബോണ്ടഡ് കാർബണാണ്. ആ സിംഗിൾ ബോണ്ടഡ് കാർബണിലേക്കാണ് നമ്മുടെ ഫങ്ഷണൽ ഗ്രൂപ്പായിട്ടുള്ള ഹാലജൻ അറ്റാച്ച് ചെയ്തിരിക്കുന്നതെങ്കിൽ അതിന് നമുക്ക് അലൈലിക് ഹാലൈഡ്സ് എന്ന് പറയാം. അപ്പോൾ ഒന്നുകൂടി പറഞ്ഞുതരാം, അലൈലിക് ഹാലൈഡ്സിനെ എങ്ങനെ തിരിച്ചറിയാമെന്ന് ചോദിച്ചാൽ, കാർബൺ കാർബൺ ഡബിൾ ബോണ്ടിനോട് അറ്റാച്ച് ചെയ്തിട്ടുള്ള ഒരു കാർബൺ സിംഗിൾ ബോണ്ടഡ് കാർബൺ, ആ സിംഗിൾ ബോണ്ടഡ് കാർബണിലാണ് നമ്മുടെ ഫങ്ഷണൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിരിക്കുന്നതെങ്കിൽ അതായിരിക്കും നമ്മുടെ അലൈലിക് ഹാലൈഡ്. ഇനി നമുക്ക് അടുത്ത് നോക്കേണ്ടത് വിനൈലിക് ഹാലൈഡ്സിനെ കുറിച്ചിട്ടാണ്. വിനൈലിക് ഹാലൈഡിനെ എങ്ങനെ തിരിച്ചറിയാമെന്ന് ചോദിച്ചാൽ, കാർബൺ കാർബൺ ഡബിൾ ബോണ്ടിലേക്ക് ഡയറക്റ്റായിട്ട് തന്നെയാണ് നമ്മുടെ ഹലജൻ ആറ്റം അറ്റാച്ച് ചെയ്തിരിക്കുന്നതെങ്കിൽ അത്തരം ഹാലൈഡ്സ് ആണ് വിനൈലിക് ഹാലൈഡ്സ് അല്ലെങ്കിൽ വിനൈൽ ഹാലൈഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അലൈൽ ഹാലൈഡും വിനൈൽ ഹാലൈഡും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചാൽ, അലൈലിക് പൊസിഷൻ എന്ന് പറയുന്നത് കാർബൺ കാർബൺ ഡബിൾ ബോണ്ടിനോട് അറ്റാച്ച് ചെയ്ത ഒരു സിംഗിൾ ബോണ്ടഡ് അല്ലെങ്കിൽ sp3 കാർബൺ ആറ്റം ഉണ്ടായിരിക്കണം. ഇത് അലൈലിക് കാർബൺ. ഇത് കാർബൺ കാർബൺ ഡബിൾ ബോണ്ടിലുള്ള കാർബൺ തന്നെ, അതായത് ആ sp2 കാർബണിനെയാണ് നമ്മൾ വിനൈലിക് പൊസിഷൻ എന്ന് പറയുന്നത്. ഇത് അലൈലിക് പൊസിഷൻ. അടുത്തത് ബെൻസൈലിക് ഹാലൈഡ്സ് ആണ്. ബെൻസൈലിക് ഹാലൈഡ്സിനെ തിരിച്ചറിയാനുള്ള മാർഗ്ഗം എന്താണെന്ന് വെച്ചാൽ, ഒരു ബെൻസിൻ റിങ്ങിൽ ഡയറക്റ്റായിട്ട് ഒരു sp3 കാർബൺ അറ്റാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പൊസിഷനെയാണ് നമ്മൾ ബെൻസൈലിക് പൊസിഷൻ എന്ന് പറയുന്നത്. ദെൻ ആ ബെൻസൈലിക് കാർബണിലേക്ക് നമ്മുടെ ഹാലജൻ അറ്റാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ ബെൻസൈലിക് ഹാലൈഡ്സ് എന്ന് പറയാം. അപ്പോൾ ബെൻസൈലിക് ഹാലൈഡ്സിനെ തിരിച്ചറിയാൻ ബെൻസിൻ റിങ്ങിലേക്ക് ഒരു കാർബൺ അറ്റാച്ച് ചെയ്തിരിക്കുക, ആ കാർബണിലേക്ക് നമ്മുടെ ഫങ്ഷണൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിരിക്കുക, അതാണ് ബെൻസൈലിക് ഹാലൈഡ്സ്. അടുത്തത് അരൈൽ ഹാലൈഡ്സ്. അരൈൽ ഹാലൈഡ്സ് എന്ന് പറയുമ്പോഴേക്കും ഒരു അരോമാറ്റിക് റിങ്ങിൽ നമ്മുടെ ഹാലജൻ ഡയറക്റ്റായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുകയാണെങ്കിൽ അതിനെ നമുക്ക് അരൈൽ ഹാലൈഡ്സ് എന്ന് പറയാം. ഈ ബെൻസൈലിക് പൊസിഷനും അരൈൽ പൊസിഷനും കൂടി തിരിഞ്ഞു പോകരുത്. ബെൻസൈലിക് പൊസിഷൻ എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ഈ sp3 കാർബണിലാണ് നമ്മുടെ ഫങ്ഷണൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. പക്ഷേ അരൈൽ ഹാലൈഡ്സ് എന്ന് പറയുമ്പോഴേക്കും ഡയറക്റ്റ് ഈ sp2 കാർബണിലേക്കാണ് നമ്മുടെ ഫങ്ഷണൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. രണ്ടും കൂടി തിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്, മാറിപ്പോകരുത്. അപ്പോൾ ഒന്നുകൂടി പറയാം, നമ്മുടെ അലൈലിക് പൊസിഷൻ എന്ന് പറയുമ്പോഴേക്കും കാർബൺ കാർബൺ ഡബിൾ ബോണ്ടിലേക്ക് ഒരു സിംഗിൾ ബോണ്ടഡ് കാർബൺ അറ്റാച്ച് ചെയ്തിരിക്കുന്നു, ഇതാണ് അലൈൽ പൊസിഷൻ. ആ അലൈൽ പൊസിഷനിലേക്ക് ഒരു ഹാലജൻ അറ്റാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ അലൈലിക് ഹാലൈഡ്സ് എന്ന് പറയാം. അടുത്ത വിനൈലിക് ഹാലൈഡ്സ് എന്ന് പറയുമ്പോഴേക്കും കാർബൺ കാർബൺ ഡബിൾ ബോണ്ടിലേക്ക് ഡയറക്റ്റ് ആയിട്ടാണ് ഹാലജൻ അറ്റാച്ച് ചെയ്തിരിക്കുന്നതെങ്കിൽ അതിനെ വിനൈലിക് പൊസിഷൻ എന്ന് പറയുന്നു. ആൻഡ് ആ ഹാലൈഡിനെ പറയുന്ന പേര് വിനൈലിക് ഹാലൈഡ്സ്. അടുത്തത് ബെൻസൈലിക് ഹാലൈഡ്സ് ആണ്. ബെൻസൈലിക് ഹാലൈഡ്സ് എന്ന് പറയുമ്പോഴേക്കും ബെൻസീൻ റിങ്ങിലേക്ക് ഡയറക്റ്റായിട്ട് ഒരു കാർബണാറ്റം അറ്റാച്ച് ചെയ്തിരുന്നു, ആ കാർബണാറ്റമാണ് നമ്മുടെ ബെൻസൈലിക് കാർബൺ എന്ന് പറയുന്നത്. ആ ബെൻസൈലിക് കാർബണിലാണ് നമ്മുടെ ഫങ്ഷണൽ ഗ്രൂപ്പായിട്ടുള്ള ഹാലൈഡ് അറ്റാച്ച് ചെയ്തിരിക്കുന്നതെങ്കിൽ അതിനെ ബെൻസൈലിക് ഹാലൈഡ്സ് എന്ന് പറയുന്നു. അടുത്തത് അരൈൽ ഹാലൈഡ്സ് ആണ്. അരൈൽ ഹാലൈഡ്സ് എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ഒരു അരോമാറ്റിക് റിങ്ങിൽ ഡയറക്റ്റായിട്ട് ഹാലജൻ അറ്റാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ അരൈൽ ഹാലൈഡ്സ് എന്ന് പറയുന്നു. ഇനി നമുക്ക് ഈ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് പരിചയപ്പെടാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഈ കോമ്പൗണ്ട് അലൈലിക്കാണോ, വിനൈലിക്കാണോ, ബെൻസൈലിക്കാണോ, അരൈലാണോ എന്നാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ ഫങ്ഷണൽ ഗ്രൂപ്പായിട്ടുള്ള ഹാലജൻ അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ എന്ന് പറയുന്നത് ഈ കാർബണാണ്. അപ്പോൾ ഇവിടെ നോക്കിയേ, ഇതൊരു കാർബൺ കാർബൺ ഡബിൾ ബോണ്ടാണ്. കാർബൺ കാർബൺ ഡബിൾ ബോണ്ടുമായിട്ട് ഡയറക്റ്റ്ലി ഒരു സിംഗിൾ ബോണ്ടഡ് കാർബൺ അറ്റാച്ച് ചെയ്തിരിക്കുന്നു, ആ കാർബണിൽ നമ്മുടെ ഫങ്ഷണൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇത് ഏത് പൊസിഷനിലാണ് വരുന്നത്? അലൈലിക്കിലാണ് വരുന്നത്. സോ ഇതെന്ന് പറയുന്നത് എന്താണ്? അലൈലിക് ഹാലൈഡ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്.
അപ്പോൾ ഇതിൽ ഈ ബ്രോമിൻ അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ നോക്കുക, അത് ഏത് പൊസിഷനിലേക്കാണ് വന്നിരിക്കുന്നതെന്ന് നോക്കുക. ഇത് കാർബൺ കാർബൺ ഡബിൾ ബോണ്ട്. ആ കാർബൺ കാർബൺ ഡബിൾ ബോണ്ടിനോട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഒരു സിംഗിൾ ബോണ്ടഡ് കാർബണാണിത്. ആ കാർബണിലാണ് നമ്മുടെ ബ്രോമിൻ ആറ്റം അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതെന്ന് പറയുന്നത് കാർബൺ കാർബൺ ഡബിൾ ബോണ്ട് ദെൻ സിംഗിൾ ബോണ്ട്. സോ അതിൽ ഒരു ഹാലജൻ അറ്റാച്ച് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇതും എന്ത് തന്നെയാണ്? അലൈലിക് ഹാലൈഡ് തന്നെയാണ്. അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോഴേക്കും ഇതാണ്. CH2 ഡബിൾ ബോണ്ട് C Br CH3. ഇതിൽ നോക്കിയേ, Br ബ്രോമിൻ അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ എന്ന് പറയുന്നത് ഡയറക്റ്റായിട്ട് ഈ ഡബിൾ ബോണ്ടിലേക്ക് അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബണാണ്. സോ കാർബൺ കാർബൺ ഡബിൾ ബോണ്ടിലേക്ക് ഡയറക്റ്റായിട്ട് ഒരു ഹാലജൻ അറ്റാച്ച് ചെയ്തിരിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഹാലൈഡ്സിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? വിനൈലിക് ഹാലൈഡ്സ് എന്ന് വിളിക്കാം. അപ്പോൾ ഇതൊരു വിനൈലിക് ഹാലൈഡാണ്. അടുത്ത ചോദ്യം നോക്കാം. ഇതിൽ നമ്മുടെ ബെൻസീൻ റിംഗ് ആണ്. ആ ബെൻസീൻ റിംഗിൽ ഒരു CH3 ഗ്രൂപ്പും അറ്റാച്ച് ചെയ്തിട്ടുണ്ട്, ഒരു CH2 Clഉം അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. നമ്മൾ നോക്കേണ്ടത് ഹാലജൻ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഏത് കാർബണിലാണെന്ന് നോക്കണം. അപ്പോൾ ഹാലജൻ അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ ഒരു CH2 കാർബൺ ആണ്. ആ CH2 കാർബൺ എന്ന് പറയുന്നത് ഡയറക്റ്റായിട്ട് ബെൻസീൻ റിംഗിലേക്ക് അറ്റാച്ച് ചെയ്തിരിക്കുന്നു. സോ ഇതെന്ന് പറയുന്നത് നമ്മുടെ ബെൻസൈലിക് പൊസിഷനാണ്. സോ ഇതൊരു ബെൻസൈൽ ക്ലോറൈഡാണ്, അല്ലെങ്കിൽ ഒരു ബെൻസൈൽ ഹാലൈഡാണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോഴേക്കും ഇതൊരു ബെൻസീൻ റിംഗ് ആണ്. ആ ബെൻസീൻ റിംഗിലേക്ക് ഒരു CH3 ഗ്രൂപ്പും ഒരു ക്ലോറിനും അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. നമ്മൾ നോക്കേണ്ടത് ഹാലജൻ ഏത് കാർബണിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്നു എന്നാണ്. അപ്പോൾ ഇവിടെ ഹാലജൻ എന്ന് പറയുന്നത് ഡയറക്റ്റായിട്ട് ഈ അരോമാറ്റിക് റിംഗിൽ അറ്റാച്ച് ചെയ്തിരിക്കുകയാണ്. സോ ഇതെന്ന് പറയുന്നത് അരൈൽ ഹാലൈഡാണ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.